അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ക്യാൻവ ഉപയോഗിച്ചിട്ട് ഒരു ബർത്ത്ഡേ പോസ്റ്റർ റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ക്യാൻവ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരാം. ആദ്യം നമ്മൾ ഒരു പോസ്റ്റർ മാത്രം ക്രിയേറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്, അതും ബർത്ത്ഡേ പോസ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഇവിടെ കണ്ടാൽ നമുക്കറിയാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം റീല്, എഡ്യൂക്കേഷൻ, സോഷ്യൽ മീഡിയ, വീഡിയോ, പ്രസൻറ്റേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകണില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഫുള്ള് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് സെർച്ച് ചെയ്യണമെന്നുള്ളത് ഇവിടെ ഓപ്ഷനിൽ കൊടുക്കണം. ഇവിടെ നമ്മൾ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബർത്ത്ഡേ പോസ്റ്ററാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു വൈഫ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതുമായിട്ട് കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ വരും. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, ബർത്ത്ഡേ മാത്രം സെർച്ച് ചെയ്യുന്നു. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരുപാട് ടെംപ്ലേറ്റുകൾ, വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല, ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ ഞാൻ തൽക്കാലം ഇത് സെലക്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ, ഇത് വേണമെങ്കിൽ വലുതാക്കാം ചെറുതാക്കാം, കണ്ടോ ഒരു കോർണറിൽ പിടിച്ച് മുകളിലേക്കോ അടിയിലേക്കോ ഒക്കെ മാറ്റാം. അതുപോലെ ഈ ആളെ പേര്, ഈ ആളെ ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ സെലക്ട് ആവും. ഇവിടെ താഴെ റീപ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരാണോ ഗാലറിയിലുള്ള ആരാണോ അയാളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്തു, പോസ്റ്റർ റെഡിയായി. അപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് മാറ്റാം, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മാറ്റാം. കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വളരെ പ്രയാസം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ പോസ്റ്ററിൻ്റെ. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ബലൂൺ പോലത്തെ ആ ഏരിയ നമ്മൾ റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും വെക്കണമെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ താഴെ ഇടത്തെ ഭാഗത്ത് റീപ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വീണ്ടും ക്യാമറ, അപ്ലോഡ്, ഫോട്ടോ, വീഡിയോ, ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വരും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, ഇത് റീസെൻ്റ്ലി യൂസ്ഡ് ആണ് ഏറ്റവും മുകളിൽ വരിക. താഴെ ഒരുപാട് കണ്ടോ, ഇതൊക്കെ ഓരോ ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ വന്ന് കിടക്കണം. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി വീണ്ടും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും റീപ്ലേസ് കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നു, അടുത്തത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് കൊടുക്കുന്നു. ഇവിടെ PNG, JPG അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. നമ്മൾ JPGയിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് കൊടുക്കുന്നു. ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് ഗാലറിയിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.